അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫർസാസ് ഡയറീസ്. ഞാൻ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താ വ്ളോഗ് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ ഒരു ഹോസ്റ്റൽ ടൂർ ചെയ്യാമെന്നൊരു ഐഡിയ വന്നത്. ഇവിടെ MBBS സ്റ്റുഡൻസ് ഗേൾസിനായിട്ട് 2 ഹോസ്റ്റലാണുള്ളത്, ഓൾഡ് ലേഡീസ് ഹോസ്റ്റൽ ആൻഡ് ന്യൂ ലേഡീസ് ഹോസ്റ്റൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓൾഡ് ലേഡീസ് ഹോസ്റ്റൽ ടൂറാണ്. സോ ഞാൻ ഈ ഹോസ്റ്റൽ ടൂർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഫസ്റ്റ് ഇയർ വരുന്നതിൻ്റെ മുമ്പ് ഞാൻ കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തായിരുന്നു എങ്ങനെ ഉണ്ടാവും ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെയെന്ന്. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ കാണാനേ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വരുന്ന സ്റ്റുഡൻസിന് ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നി. സോ ഇതാണ് നമ്മളെ എൻട്രൻസ് ഹോസ്റ്റലിൻ്റെ. ഇതാണ് നമ്മളെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടാണ്. മെയിനായിട്ട് അത് ബാസ്ക്കറ്റ് ബോൾ കോർട്ടാണ്. പക്ഷേ അങ്ങനെ അധികാരം യൂസ് ചെയ്യാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും യൂസ് ചെയ്താലായി. അവിടെ നമ്മൾ സൈഡിലായിട്ട് കാർ പാർക്കിംഗ് ഒക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ബൈക്കും സ്കൂട്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. പിന്നെ ഇതാണ് സെക്യൂരിറ്റി ചേട്ടൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇതിൻ്റെ പിറകിലായിട്ട് നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. ഇത് പണ്ടേ മുതലുള്ളതാണ് ഈ ബാക്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. പിന്നെ ഇത് ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൻ്റെ സൈഡിലായിട്ടില്ല ഇരിക്കാനുള്ളൊരു സ്ഥലമാണ്. ആരെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഇരിക്കാറുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ദിസ് ഇസ് ദ ബാസ്ക്കറ്റ് ബോൾ കോർട്ട്. അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നതാണ് ഇത് 2009 ബാച്ച് ഉണ്ടാക്കിയ ഗാർഡൻ ഓഫ് ലവ്. ഗാർഡനൊക്കെ ഉദ്ദേശിച്ചാണ് ആക്കിയത്. ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. രാവിലെയൊക്കെ വന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്, ഭംഗിയാണ് കാണാൻ വേണ്ടി. അടുത്തതായിട്ട് നമുക്ക് ഹോസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. സോ ഇതാ നമ്മുടെ കയറി വന്ന പാട് നമുക്ക് എന്ത് കാണാം, സോഫ സെറ്റൊക്കെ കാണാം. നമ്മളെ എന്താ പറയുക, വീട്ടിലൊക്കെ ലിവിങ് റൂം എന്ന് പറയും, ഇവിടെ എന്താണ് ഗസ്റ്റിനൊക്കെ വന്നാൽ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. പിന്നെന്താണ് ഇവിടെ ഇത് N ബ്ലോക്കാണ്. 4 ബ്ലോക്സാണുള്ളത്. A ബ്ലോക്ക്, B ബ്ലോക്ക്, N ബ്ലോക്ക് ആൻഡ് L ബ്ലോക്ക്. ഇത് നമുക്കിവിടെ കോഫി മെഷീനൊക്കെ ഉണ്ട്. സ്റ്റുഡൻസിന് എപ്പോൾ വേണമെങ്കിലും കോഫി അല്ലെങ്കിൽ ടീ എടുക്കാം. ഇത് ഗസ്റ്റിനുള്ള റൂമാണ് ഈ സൈഡിൽ കാണുന്നത്. അവർക്ക് ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള റൂമാണ്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കയറിയാലാണ്, ഈ സ്റ്റെപ്പ് കയറിയാലാണ് നമ്മൾക്ക് A ബ്ലോക്കിലേക്ക്, എൻ്റെ ബ്ലോക്ക് A ബ്ലോക്കാണ്, അതിലേക്ക് കടക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾക്ക് ഇതിൻ്റെ ഹോസ്റ്റലിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോറുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഇതാണ് നമ്മുടെ മെസ് ഹാൾ. നല്ല ഇപ്പോൾ പുതിയ ഫർണിച്ചേഴ്സൊക്കെ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. പണ്ട് ബെഞ്ചും ഡെസ്കൊക്കെ ആയിരുന്നു, ഇപ്പം പുതിയ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. നമ്മൾ സമയത്തിന് വന്ന് എടുത്ത് കഴിച്ചാൽ മതി. കറക്റ്റ് ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റായിട്ട് ഇതാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോർ. ഇവിടെയാണ് എൻ്റെ റൂമുള്ളത്. സോ അടുത്തതായിട്ട് എൻ്റെ റൂം ടൂറ് കാണിച്ചു തരാം. ഇത് നമ്മൾ B ബ്ലോക്കും A ബ്ലോക്കും കണക്ട് ചെയ്യുന്ന വേ ആണ്. അവിടെ ഫിൽറ്ററൊക്കെ ഉണ്ട്. ഇതാണ് നടുത്തളം. മുകളിൽ നിന്ന് നമ്മൾ A ബ്ലോക്കിൽ നിന്ന് നോക്കിയാൽ നടുത്തളം കാണാൻ പറ്റും. ഭയങ്കര മഴ പെയ്യുന്ന സമയത്തൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി. സോ നമ്മൾ റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ നമ്മളെ ബക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കും. എല്ലാവർക്കും അറിയാമല്ലോ, റൂമിൻ്റെ പുറത്തല്ലേ വെക്കാറ്. പിന്നെ ഇവിടെ ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പേഴ്സണലി ആവശ്യമുള്ളവർ കൊണ്ടുവരുന്നതാണ്. സോ ഇതാണ് എൻ്റെ റൂം. സോ ദിസ് ഈസ് മൈ റൂം. എൻ്റെ ബെഡും കാര്യങ്ങളും, ഇതെൻ്റെ ബെഡാണ്. ഇത് എൻ്റെ റൂംമേറ്റിൻ്റെ ബെഡാണ്. അവളുടെ ടേബിളും കാര്യങ്ങളൊക്കെയാണ്. ഇത് എൻ്റെ ടേബിൾ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് മൈ ബുക്സ് ഒക്കെ കാണാം. ദീസ് ആർ മൈ ബുക്സ്. ആൻഡ് അടിയിലൊക്കെ ഞാൻ മാരോക്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ജനലിന് പുറത്തേക്ക് നോക്കിയാൽ നമ്മൾക്ക് റോഡ് സൈഡ് കാണാം. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയം ഇങ്ങനെ ജനലിൻ്റെ അടുത്തിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് എൻ്റെ വാർഡ്രോബ് കാണാം.
സോ ഇതാണ് എൻ്റെ വാർഡ്രോബ് ആൻഡ് ഇതൊക്കെ നിസ്കാര കുപ്പായും മുസാഫും ആൻഡ് എൻ്റെ ഷാൾസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇവിടെ ചെറിയ സ്പ്രേയും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹോസ്റ്റലിൽ 4 ബ്ലോക്ക്സ് ആണുള്ളത്, എ ബ്ലോക്ക്, ബി ബ്ലോക്ക്, എൻ ബ്ലോക്ക് ആൻഡ് എൽ ബ്ലോക്ക്. ഇതിൽ എ ബ്ലോക്കും ബി ബ്ലോക്കും ഒക്കെ റൂംസൊക്കെ ഏകദേശം സെയിം ആണ് കാണാൻ വേണ്ടി. പിന്നെ എൽ ബ്ലോക്കൊക്കെ പുതിയതായിട്ട് എടുത്തതാണ്, അപ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും സെയിം ഒക്കെ തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മൾ ടോയ്ലറ്റ് ആൻഡ് യൂറോപ്യൻ ക്ലോസറ്റും നോർമൽ ക്ലോസറ്റും ഉണ്ട്. ഇവിടെ എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ വൃത്തിയാണ്. നമ്മളെ ഫ്ലോറിൽ ചേച്ചി ഭയങ്കര നന്നായിട്ടാണ് എന്താ പറയുക വാഷ്റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവും പറയാനില്ല. എല്ലാ ദിവസവും വൃത്തിയാക്കുകയും ചെയ്യും, ഭയങ്കര വൃത്തിയാണ്. എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് ഏറ്റവും നല്ല വൃത്തിയായിട്ട് ബാത്റൂം എപ്പോഴും കാണാൻ പറ്റുള്ളൂ, എന്നാലേ എനിക്കൊരു കുളിക്കാൻ തന്നെ തോന്നാറുള്ളൂ. സോ നല്ല വൃത്തിയാണ് ബാത്റൂമൊക്കെ. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തതായിട്ട് എൻ്റെ സ്റ്റഡി റൂം കാണിച്ചു തരാം. ചില ആൾക്കാർ റൂമിൽ നിന്ന് തന്നെയാണ് പഠിക്കാറ്, പക്ഷേ എനിക്ക് റൂമിലിരുന്നാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരും. അതുകൊണ്ട് ഞാൻ സ്റ്റഡി ഹാളിലാണ് പോവുക. ഇതാണ് നമ്മളെ സ്റ്റഡി ഹാള്. സോ ഇതിൽ 3-4 ടേബിൾസൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ടേബിൾ. 3 വർഷമായിട്ട് ഞാൻ ഈ ടേബിളാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ ഹോസ്റ്റൽ ടൂറിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാദ്യമായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് ഒരുപാട് തെറ്റുകളും കുറവുകളും ഉണ്ടെന്ന് അറിയാം. എല്ലാവരും ക്ഷമിക്കുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.